റെഡിയില്ലേ? പണ്ടത്തെ നമ്മുടെ കുത്തുചോറുണ്ടല്ലോ കല്യാണത്തിനുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ ജ്യൂസി ടൈപ്പ് അല്ലേ? വാള മന്തി വെച്ചാല് എന്താ പാട് അഭിപ്രായത്തിൽ? സൂപ്പറാണല്ലേ? എങ്ങനെ ആവുമെന്ന് പ്രതീക്ഷയില്ല. ഇന്ന് നമ്മള് വാള മന്തി ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നത്. അതിന് വേണ്ടിയിട്ട് 2 വാള നമ്മളിതാ നമ്മുടെ ഫാമിൽ നിന്ന് ഇവിടെ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കായലിൻ്റെ പരിസരത്ത് നിന്നിട്ട് കാറ്റും കൊട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് തന്നെ നമുക്ക് അടുപ്പ് സെറ്റാക്കാം. നമ്മുടെ ലൊക്കേഷനിലേക്ക് ഇതാ നമ്മൾ ചെറിയ കട്ടിലും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ കട്ടിലും സാധനങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് എടുത്തു കൊണ്ടിരുന്ന ആ സമയമായപ്പോഴത്തിന് ഫിഷ് ഇതവിടെ ഫുൾ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പച്ചക്കുരുമുളക് വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ലൈവായിട്ട് പൊട്ടിക്കാം. ഉണങ്ങിയ കുരുമുളകൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതേത് ബസ്മതി? അരി കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെക്കും. വിറകെത്തി മീനിതാ ഫൈനലായിട്ട് ഒന്നുകൂടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം മീന് പുഴുങ്ങിയെടുക്കുക അല്ലേ? ജസ്റ്റ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുകയാണ്. ഒടിയണ്ട, വേവ് കൂടുമ്പോൾ ഒടിഞ്ഞോളും. വെള്ളം കുറച്ചുകൂടി ഇടാ. ഒരു കപ്പ് കൊണ്ട് വെള്ളിച്ച 2 സ്പൂണും കൂടി കുറച്ചും കൂടി വലിച്ചു പോലല്ലേ? എന്താ ഒരു ഈർക്കിലെടുത്തിട്ട് കൊത്തി നോക്കി, വായിക്കാൻ നോക്കി. സംഭവം തിളച്ചിട്ടുണ്ട്. പതുക്കെ ഒട്ടി നോക്ക്. ഇനി നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇതോട് പെട്ടെന്ന് ഓടി പോണ്ട. എടുക്കാം, മറ്റേ ഓടി പോണ്ട്. ഇനി ദമ്മിലിടുന്ന സെറ്റാവും. ആ ഒരു വെള്ളം നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മൾ മന്തിയിൽ കിട്ടാനാ. നല്ല രീതിയിൽ വേവിക്കണല്ല. അങ്ങനെ വളഞ്ഞിട്ട് ഇരിക്കല്ലേ? ജ്യൂസി ടൈപ്പ് 2.5 നമ്മൾ പുറത്തുനിന്നുള്ള ഫ്രഷ് വാട്ടർ ഒഴിച്ച്, പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ വാളയുടെ സൂപ്പ് ഉണ്ടല്ലോ, ആ സംഭവമാണ് ആഡ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ അങ്ങനെ നമ്മൾ കുറച്ച് ആഡ് ചെയ്ത്, ഗ്രാമ്പൂ നമ്മളിവിടെ പാടത്ത് വെച്ചിട്ടാണ് ചെയ്യണത്. ഇത് ഇങ്ങനെ മിക്സിയിലിട്ട് അടിക്കണമായിരുന്നാ? ആ കൈ കൊണ്ട് പൊടിച്ചിട്ടാൽ മതി അല്ലേ? ഓക്കെ. കുരുമുളക് കിട്ടല്ലേ? മല്ലി, ആവശ്യത്തിന് ഉപ്പ്, കത്തി മുറിച്ചില്ലാത്ത കാരണേ 5 വെളുത്തുള്ളി ഒരുമിച്ചല്ലേ. തക്കാളി നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മന്തി മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചട്ട കൊടുക്ക്. പിന്നെ കായലിനുള്ള കാറ്റുണ്ടല്ലോ, അത് ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു വായുവട്ടത്തിൽ തന്നെ വരുന്ന കാരണം റെഡിയാവുന്നുണ്ട്. ഇല്ലില്ല, വെള്ളം ഒഴിച്ചത് വെള്ളം പതുക്കണ്ട് ചെരിച്ചാണോ? കുഴപ്പമില്ലല്ലോ. സാറല്ലേ? അല്ല, ഈ ഒരു മസാലയുടെ ആ ഒരു ഇത് നമുക്ക് വാളയിൽ കിട്ടണ്ടേ? വാളപ്പോ ഒന്നും ചെയ്യാതെ ഇട്ടിക്കണേ. പറഞ്ഞുതരാം. നീ ആ വാള നമ്മൾ എടുത്തിട്ട് ഇട്ടിട്ടാണ് അടച്ചു വെക്കുക. അരി ദമ്മാവൂലേ? അരി ദമ്മാക്കുക. വാള നമ്മളതിന്റെ മേലെ വെക്കും. വെയിറ്റ് ആൻഡ് സീ. നമുക്കൊരു കൗതുകം തന്നെ കേട്ടാ, എന്താവും എന്നുള്ള അറിയില്ല. അങ്ങനെ നമ്മൾ ഫൈനലി വാളതാ ഇങ്ങോട്ട് താഴെ ഇറക്കി വെക്കാൻ പോവാണ്.
റൈസ് ഏകദേശം ആയി തുടങ്ങേണ്ട ആ സമയത്ത് നമ്മൾ വാള വീണ്ടും തിരിച്ചതിലേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, കണൽ ഇതിന് മേലേക്ക് ഇടണം. അടുത്ത തീ ഒഴിവാക്കിയാൽ നല്ല കാറ്റാ. എത്ര ടൈം വേണം? ഒരു 10 കുറച്ചല്ലേ ഉള്ളൂ. സലാഡ് സെറ്റ് ആക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ വാള മന്തി ദമ്മ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈസൽ ബ്രോ, ഒരു ഡൗട്ട്, ആ വാളക്ക് നമ്മൾ മസാല വെച്ചിട്ടില്ലല്ലോ? ഇല്ല. പച്ചക്കെട്ടാണ് നമ്മള്. അപ്പൊ അതിന് എരിവും പുളിയൊക്കെ ഉണ്ടാവുമോ? എരിവും പുളിയൊക്കെ അതിന് കയറും. എങ്ങനെ കയറുന്ന വെച്ചാൽ നമ്മൾ ദമ്മ് പൊട്ടിക്കുന്ന ടൈമില് ആ സാധനം ഒന്ന് ഇളക്കിയിട്ടാണ് എടുക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ദമ്മ് ഇട്ട് പൊട്ടിക്കുകയാണ്. വാള അത്യാവശ്യം നല്ല രീതിയിൽ വേവായിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യാം അല്ലേ? ഇതെല്ലാം ഇങ്ങനെ ഇടണമെങ്കിൽ ഇടും ചെയ്യാം. കൊട്ടാൻ പറ്റുമോ? കൊട്ടാൻ പറ്റുമോ? റെഡിയില്ലേ? പണ്ടത്തെ നമ്മുടെ കുത്തുചോറുണ്ടല്ലോ കല്യാണത്തിനുള്ള. അടി പിടിച്ചിട്ടൊന്നുമില്ല, സംഭവം കലക്ക സമാവാത്തി സെറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ജ്യൂസി ടൈപ്പ് അല്ലേ? നൗഫല ഖത്തറിൽ ഇരുന്നിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് അതിന്റെ കമന്റ് നമ്മൾ വീഡിയോ താഴെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ എന്റെ സെമി ഗ്രേവിയും ജ്യൂസി ടൈപ്പും ഒക്കെ ഏറ്റെടുത്തേ. ജ്യൂസി ടൈപ്പ് ഡ്രൈ ആയിട്ടില്ലേ? എന്തോടെ വാള മന്തി വെച്ചാല് എന്താ പാട് അഭിപ്രായത്തിൽ? സൂപ്പറാണല്ലേ? അധികം ആരും ചെയ്യാത്തൊരു സംഭവമാണ്. എന്താ പാടെ? അടിപൊളിയല്ലേ? ചേട്ടാ കുട്ടികൾ പറയ് സൂപ്പറാ. എന്താ അടിപൊളിയല്ലേ? കഴിക്കട്ടാ. മസാല എന്താ ചിക്കണ നമ്മള് പച്ച ഇറങ്ങിക്കണല്ലേ? ആ ദമ്മിട്ടയിൽ ഇറങ്ങിയതാവും അല്ലേ? ഞാനൊരിക്കലും പ്രതീക്ഷയില്ല കേട്ടാ. നമ്മുടെ വാള ആ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഫസ്റ്റ് ഇങ്ങോട്ട് വേവിച്ചെടുത്തപ്പോഴേ ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷയില്ല. ലാസ്റ്റ് ആ ദമ്മിലിട്ടുകൊണ്ട് ഇറങ്ങിയതാവില്ല. പിന്നെ ലാസ്റ്റിലുള്ള ആ ഒരു കുഴക്കലും കൂടി ആയപ്പോഴേ അങ്ങനെ നമ്മളിതാ ഏകദേശം തീരുമാനമാക്കി തുടങ്ങുന്നുണ്ട്. ഒരു വാള കണ്ടില്ലേ ഈ ലെവലിലായിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ വാളന്റെ വൺ സൈഡ് കഴിഞ്ഞിരിക്കണ്, ഈ സൈഡിലേക്കാണ് മറിക്കണം. സംഭവം അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ ഈ വാള മന്തി വെക്കണ സമയത്ത് നമ്മൾ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ടാസ്ക് ചെയ്യുന്നത് വാള നമ്മൾ പൊരിച്ചിട്ട് വെക്കണോ അല്ലെങ്കിൽ അതെങ്ങനെ പുഴുങ്ങിയെടുക്കണോ ഇങ്ങനെയുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫൈസൽ ബ്രോ ഉണ്ടല്ലോ നല്ല ഉഷാറായിട്ടുള്ള വൃത്തിയിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വാള മഞ്ഞപ്പൊടി ഇട്ടിട്ട് തുടക്കത്തിൽ നന്നായിട്ട് വേവിച്ചെടുത്ത് പിന്നീട് അതിന് ശേഷം നമ്മൾ കണ്ടല്ലോ തുടക്കം മുതലുള്ള പ്രോസസ്സ് കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു പക്ഷേ മറ്റെവിടെയും വാള മന്തി വെക്കുന്ന സംഭവം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ഈ ചെയ്തൊരു ഐറ്റം ഉണ്ടല്ല, ഒരു രക്ഷയില്ല, അടിപൊളി ഒരു ഐറ്റം തന്നെയായിരുന്നു. അങ്ങനെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് മറ്റു സുഹൃത്തുക്കളിലേക്ക് എത്തിയിട്ട് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതെങ്ങനെയായാലും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, ഇതൊന്ന് തീർക്കട്ടെ. ഇതൊന്നും എടുത്ത് കുറഞ്ഞു ഓക്കെ. റൈസേ കുറവുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ വാളൊക്കെ ഏകദേശം തീർന്നിട്ട് കേട്ടോ.